ഒരുക്കമുള്ള ഹൃദയത്തോടെ ദൈവത്തിന്റെ പാദപടിയായിരിക്കാൻ സ്വർഗം നമ്മെ സഹായിക്കേണ്ടതിനായി എല്ലാവരും ആത്മാവിലൊന്ന് ജാഗരിച്ചാട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും ദൈവസന്നിധിയിൽ കണ്ണുകളടഞ്ഞ മൊബൈലൊക്കെ ഒന്ന് എടുത്തു വെച്ച് ആമേ സ്തോത്രം ദൈവസന്നിധാനത്തെങ്കിൽ ഭരമേൽപ്പിക്കപ്പെട്ടവരായി ഈ പകൽ ഏകാഗ്ര ഹൃദയമുള്ളവരായി ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പാൻ സ്വർഗം നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് സ്തോത്രം ഒരുക്കത്തോടെ ആത്മാവിലും ഹൃദയത്തിലും അതേ ശരീരത്തിലും ചിന്തകളിലുമുള്ള എല്ലാ ബലഹീനതകളെയും ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് അപ്പാ ഒരിക്കൽ കൂടെ ഞങ്ങളെ ഒന്ന് കഴുകണമേ, ഒരിക്കൽ കൂടെ ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആമേൻ ഒരു ആത്മസമർപ്പണത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ദൈവം ഇതുവരെയും ചെയ്ത ഉപകാരങ്ങളെ ഒന്ന് ഓർത്ത് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ സ്വർഗം നമ്മെ സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ആമേൻ. ഈ ആണ്ടിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ ആമേ 2024 നമ്മെ വിട്ടുപിരിയുവാൻ ഏകദേശം ഒരാഴ്ചയോളം മാത്രം ബാക്കി നിൽക്കുമ്പോൾ നമുക്ക് പറയുവാനായിട്ട് കഴിയും, ഇന്നുവരെയും ദൈവം ഞങ്ങളെ വഴി നടത്തി പരിപാലിച്ചു. അനർത്ഥങ്ങൾ ആപത്തുകൾ നിറഞ്ഞ ലോകത്തിൽ ആമേ സ്തോത്രം സ്വർഗത്തിലെ വലിയ ദൈവം തന്റെ കരുണയാലും സ്നേഹത്താലും നമ്മെ അത്ഭുതകരമായി നടത്തിയ വഴികളെ ഓർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യേണ്ടതിനായി ദൈവിക കരങ്ങൾ ബലമേൽപ്പിക്കപ്പെട്ടവരായി അല്പസമയം ആരും മൗനമായിരിക്കാതെ ആമേ സ്തോത്രം കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും സ്വരങ്ങൾ ആമേൻ ആലയത്തിൽ മുഴുകി കേൾക്കുവാൻ സ്വർഗം ഈ പകൽ നമ്മെ ഇടയാക്കട്ടെ. അതിനായി നാം ആത്മാവിൽ ഒരുക്കമുള്ളവരായി ഹൃദയങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിക്കപ്പെട്ടവരായി അല്പസമയം നമ്മുടെ ഹൃദയത്തെ ഒന്ന് ആമേൻ വിശാലമാക്കി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ആമേൻ. സമപ്രായക്കാരായവർ ഭൂമിയിൽ നിന്ന് പട്ടുപോയപ്പോൾ അവർ മാറ്റപ്പെട്ടപ്പോൾ ദൈവം ആമേൻ നമ്മുടെ ആയുസ്സിനെ നീട്ടി നൽകി. ഈ പകൽ ദൈവത്തിന്റെ പാദപടിയായിരിക്കാൻ സ്വർഗമിടയാക്കി. അനേകർ അവശത അനുഭവിക്കുമ്പോൾ, അനേകർ ഹൃദയത്തിൽ ക്ഷീണമുള്ളവരായിരിക്കുമ്പോൾ, ശരീരത്തിൽ ബലഹീനരായിരിക്കുമ്പോൾ, ആമേൻ നിൽപ്പാൻ കഴിയാതെ ആമേൻ തകർന്ന മനസ്സുമായി നിൽക്കുമ്പോൾ, ജീവിതത്തിന്റെ പ്രതീക്ഷകളും പ്രത്യാശകളും നശിച്ചു പോകുമ്പോൾ സ്വർഗത്തിലെ വലിയ ദൈവമാ നിത്യനായ ദൈവത്തെ കാണുവാൻ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം നമ്മെ സഹായിച്ചത് ഓർത്ത് ആമേൻ നമ്മുടെ ആമേൻ ഹല്ലേലൂയ ഹൃദയം ഒന്ന് തുറന്ന കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. എല്ലാ കുഞ്ഞുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കേണ്ട. ആമേൻ. ദൈവസന്നിധിയിൽ കണ്ണുകൾ പൊട്ടി ആമേൻ. എന്തിനാണ് കണ്ണുകൾ അടയ്ക്കാൻ പറയുന്നത്? നമ്മുടെ ഹൃദയം ഒന്ന് ഏകാഗ്രതമാകുവാൻ വേണ്ടിയാ. ആമേൻ. ആ ദൈവിക സാന്നിധ്യത്തെ ആമേൻ വളരെ ചുരുങ്ങിയ നിമിഷം മാത്രമാ നാം ആലയത്തിൽ ദൈവിക ആരാധനയുള്ള ബന്ധത്തിലായിരിക്കുന്നത്. ആമേൻ. കൂടി വന്നാൽ ഒരു 2.5 മണിക്കൂർ, ആമേൻ ആഴ്ചയിൽ 2.5 മണിക്കൂർ, ആമേൻ അത് വിലയേറിയതായി ഒന്ന് കണക്കിട്ട് അപ്പാ അവിടുന്ന് ഞങ്ങളെ ആമേൻ നടത്തിയല്ലോ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചല്ലോ, ആമേൻ ഹല്ലേലൂയ നിത്യ ശിക്ഷാവിധിയിൽ ഞങ്ങളെ വീണ്ടെടുത്തല്ലോ, പാപത്തിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് ലോകമോഹങ്ങളിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ സാത്താന്റെ അടിമത്തത്തിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ചു. ആമേൻ. ദാവീദ് പറയുന്നത് പോലെ എന്നെ വെട്ടിയെടുത്ത ഗലിഗർഭങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനനായിരിക്കും? ഈ പകൽ നമുക്ക് പറയുവാൻ കഴിയട്ടെ, അപ്പോ ഞങ്ങൾക്ക് മൗനമായിരിക്കാൻ കഴിയുകയില്ല. അവിടുന്ന് കർത്താവേ അവർണ്ണനീയമായ ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഈ പകൽ അതേ നാമേവരും ദൈവസ്ഥന്റെ ഒന്ന് പറയുവാൻ പോകുകയാണ്, അങ്ങേ പോലെ എൻ ദൈവമേ ആരുമില്ല ഈ ലോകേ. ആമേൻ. അങ്ങല്ലാതെ വേറെ ആരും എനിക്ക് ആശ്രയമില്ല. അങ്ങിൽ മാത്രം ഈ പകൽ ഞാൻ ചാരുന്നു. കാരണം അവിടുന്ന് എന്റെ പ്രാണപ്രിയനായിരിക്കുന്നു. അങ്ങ് മാത്രമാണ് എന്റെ സർവ്വം അപ്പ എന്ന് എത്ര പേർക്ക് ഈ പകലൊന്ന് പറയുവാൻ കഴിയും? ആമേൻ ഹല്ലേലൂയ. അതേ ഒരല്പസമയം കൂടെ നാം ഒന്ന് ഒരുമിച്ച് ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ് നിൽക്കുക. കഴിയുന്നവർക്കൊന്ന് ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ് നിന്ന് ആമേൻ അല്പസമയം നാം ദൈവത്തെ ഒരു പാട്ട് പാടുമ്പോൾ ആമേൻ ധ്യാനത്തോടെ, അതേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ആത്മീയ ഗീതമാണ്. കൊയർ ആ ഗാനം ആലപിക്കുമ്പോൾ ചേർന്ന് പാടി നാം കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ സാധിക്കട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥനയായിരിക്കുന്ന ഭക്തൻ തന്റെ ഹൃദയത്തിൽ വന്ന ഗാനത്തിന്റെ ഈരടികൾ ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങേ പോലെ ദൈവമേ ആരുള്ളി ലോകേ ഹല്ലേലൂയ അങ്ങിലല്ലാതെ അടിയൻക്ക് ആശ്രയിപ്പാൻ വേറെ ഇടമില്ല ഹല്ലേലൂയ. കർത്താവിന്റെ ആ വൻ ശക്തിയിൽ വൻ കൃപയിൽ ആശ്രയിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ അന്തരങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയാണത്. കർത്താവേ അങ്ങിലല്ലാതെ അടിയൻക്ക് ആശ്രയിപ്പാൻ ആരുമില്ല ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആമേൻ ഒരു മനസ്സോടുകൂടി തകർന്ന ഹൃദയത്തോടുകൂടി പകർന്ന ഹൃദയത്തോടുകൂടി വൻകൃപ യാചിച്ചുകൊണ്ട് കർത്താവേ അങ്ങിലല്ലാതെ അടിയൻക്ക് ആശ്രയിപ്പാൻ ആരുമില്ല എന്നുള്ള പ്രാർത്ഥനയോടെ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ആമേൻ. അങ്ങേ പോലെ ദൈവമേ ആരുള്ളി ലോക
ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങേ പോലെ ദൈവമേ ആരുള്ളിലോ. ആമേൻ കർത്താവേ, അങ്ങിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പണത്തോടെ ആമേൻ. നിൻ വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ. സമർപ്പിക്കുന്നപ്പാ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനാ, വഴി കാട്ടിയാൽ എന്നെ നയിക്കണമേ. നിൻ വഴികളിൽ യേശുവേ കർത്താവേ, ഞങ്ങളുടെ വഴികളിൽ നടത്തണേ കർത്താവേ, ബുദ്ധി ഉപദേശിക്കണേ കർത്താവേ. എന്നെ നയിക്കണമേ, വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറമേ നിർത്തിയിടണമേ. ആമേൻ.